പട്ടിക്ക് പേ പിടിച്ചാൽ, പേപ്പട്ടിയല്ല പട്ടിക്ക് പേ പിടിച്ചാൽ നാട്ടുകാരെ എല്ലാവരെയും കടിക്കും. അതുപോലെയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യം. അവസാനം പേപ്പട്ടിയെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കൊല്ലും, അല്ലെങ്കിൽ കോർപ്പറേഷൻ വന്ന് ഒത്തിവെച്ച് കൊല്ലും. ഇതാണ് പേപ്പട്ടിക്ക് ലഭിക്കുന്ന അവസാനത്തെ വിധി. അതുമല്ലെങ്കിൽ താനെ നൊരച്ച് ചാവും. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തിരിക്കുന്നത് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. ഖത്തർ ഹമാസ് നേതാക്കളുടെ താവളമാണ്. ഖത്തർ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലെ വെടിനിർത്തലിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച രാജ്യമാണ്. അതിന് അവർക്ക് ഏറ്റവും കൂടുതൽ അപകടവും സംഭവിച്ചു. ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഖത്തറിന് നേർക്ക് മിസൈലുകൾ പ്രയോഗിക്കുകയും യു എസിൻ്റെ സൈനിക താവളം തകർക്കുകയും ചെയ്തു. എന്തായാലും യു എസിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഖത്തറിൽ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ ഹമാസിൻ്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഖയ്യ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതായി പറയുന്നു. ഹമാസ് നേതാക്കളെ ലോകത്ത് എവിടെ കണ്ടാലും അവരെ ചാവേർ ആക്രമണത്തിലൂടെയും അല്ലാതെയും വധിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തം. ഹമാസ് പോരാടിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തിലെ നേതാവില്ലാതായാൽ മാത്രമേ ആ സൈന്യം ശിഥിലമായി പോവുകയുള്ളൂ. അതുകൊണ്ട് നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഹമാസിൻ്റെ മുമ്പിൽ കരയുദ്ധത്തിനിറങ്ങി തിരിച്ച ഇസ്രായേൽ അന്ത്യയുദ്ധത്തിനാണ് ഇറങ്ങിയതെന്ന് പറയുന്നു. പക്ഷേ ആ അന്ത്യം സംഭവിക്കുന്നത് ഇസ്രായേൽ ഭടന്മാർക്കാണ് എന്നുള്ളത് വേറിട്ട കാഴ്ച. എന്തായാലും ഖത്തറിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഖത്തറിൻ്റെ സ്വയം ആർജിതമായ അല്ലെങ്കിൽ ഖത്തറിൻ്റെ സ്വാതന്ത്ര്യത്തെ അതിലംഘിക്കുന്ന വിധത്തിലായിപ്പോയി. അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒന്നിനും പരിഹാരമല്ലെന്നും ഖത്തറിനോടൊപ്പം അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നും അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ അറിയിച്ചു. സൗദി അറേബ്യയാണ് ഖത്തറിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരിക്കുന്നത്. ഹമാസ് നേതാക്കൾ ഖത്തറിലുണ്ടെങ്കിൽ ഖത്തറിൽ പോയി വധിക്കും, ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് വധിക്കും. ഇതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രീതി. ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ യുദ്ധം വിജയിക്കാനാവൂ. ആ സത്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അബു ഉബൈദയെ കൊന്നുവെന്നും പറഞ്ഞ് ഇസ്രായേൽ നടത്തുകയാണ്. ഈ അബു ഉബൈദ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാനപ്പേരാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ വികലമായി ചിത്രീകരിച്ച് അടിക്കുന്നു. അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന്. അബു ഉബൈദ അൽഖസം ബ്രിഗേഡിൻ്റെ തലവനായി വരുന്ന ആളുടെ സ്ഥാനപ്പേരാണ്. അയാൾക്ക് വേണ്ട യോഗ്യത യുദ്ധത്തിൽ മിന്നാനുള്ള കഴിവാണ്. നല്ല വക്താവായിരിക്കും വേണം അയാൾ. അടുത്ത അബു ഉബൈദ ഹമാസിൽ വരും. എന്തായാലും പല നേതാക്കളെയും, ഹമാസ് നേതാക്കളെയും ഉന്നത നേതാക്കളെയും ഖത്തർ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചതായി ഇസ്രായേൽ പറയുമ്പോൾ ഖത്തർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഖലീലിൻ്റെ മരണം മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ലോകമെമ്പാടും സമ്മതിച്ചിട്ടുള്ളത്. ഖലീൽ ഖത്തറിലിരുന്ന് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഷ്യം. എന്തായാലും യുദ്ധം നിർത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം നിർത്താൻ നെതന്യാഹുവിന് ഒട്ടും സമ്മതമല്ല. ഇറാനുമായുള്ള യുദ്ധം തന്നെ എല്ലാം കൂടെ തകിടം മറിച്ചതാണ്. പക്ഷേ അങ്ങനെയുള്ള യുദ്ധങ്ങൾ തുടരുന്നത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. ഹമാസിനെതിരായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ നിലനിർത്തുന്നത് അമേരിക്കയുടെ ആവശ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ സൈനിക ഉപകരണങ്ങളുടെ ശക്തി ലോകത്തെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധം. പക്ഷേ ഒന്നുമില്ലാത്ത പാവം കുഞ്ഞു രാജ്യത്തെ ഖത്തറിനെ ആക്രമിച്ചത് എന്തിനാണെന്ന് വ്യക്തമാകുന്നില്ല. ഖത്തറിൻ്റെ സ്വതന്ത്ര അധികാരത്തിന് മേൽ, സ്വതന്ത്ര നിലപാടിന് മേൽ, അവരുടെ അസ്തിത്വത്തിന് മേൽ കടന്നു കയറിയായിപ്പോയി ഇസ്രായേലിൻ്റെ ആക്രമണം. ആ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുണ്ട്. ഖലീൽ ഹമാസ് നേതാവായ ഖലീൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഹമാസിൻ്റെ നടുവൊടിച്ചു എന്നാണ് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പറയുന്നത്. നടുവൊടിച്ചോ, ആരുടെ നടുവൊടിഞ്ഞോ എന്ന് ഇനി വരുന്ന 48 മണിക്കൂറിൽ കാണാം. ഇസ്രായേൽ പറയുന്നത് കേട്ട് അതേപടി വിശ്വസിക്കാൻ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കഴിയാതായിരിക്കും. ഇസ്രായേലിന് നേർക്ക് ചാവേർ ആക്രമണം നടന്നിരുന്നു 2 ദിവസം മുമ്പ്. ചാവേർ ആക്രമണം നടത്തിയ ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊന്നെങ്കിലും ഇസ്രായേലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു.
നിരവധി പേർക്ക് പരിക്കേറ്റു. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഹമാസിന്റെ നേതാവിനെ തന്നെ, ഖലീലിനെ തന്നെ ഉന്നമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ചുരുക്കി പറഞ്ഞാൽ അരാഷ്ട്രീയവാദത്തിന്റെ രാഷ്ട്രീയ പിന്തുണയൊന്നും ഈ നെതന്യാഹുവിനില്ല. വലതുപക്ഷ സയനിസ്റ്റുകളുടെ പിന്തുണയാണ് ഉള്ളത്, തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ. അല്ലാതെ നെതന്യാഹുവിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഒന്നുമില്ല. എങ്കിലും അദ്ദേഹം വലതുപക്ഷത്തിന്റെ വക്താവായിരുന്നു ഏറെക്കാലം. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അല്ലെങ്കിൽ ഖത്തർ എന്ന കൊച്ചു രാജ്യത്തിൽ കയറി അവിടെയുള്ള ഹമാസ് നേതാവിനെ വധിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഹമാസ് നേതാവിനെ വധിക്കേണ്ടത് ഗസയിൽ വെച്ചല്ലേ. അപ്പോൾ ലോകത്തെവിടെ ഹമാസ് നേതാക്കൾ ഉണ്ടായാലും തങ്ങൾ വധിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കയുടെ ലോക പോലീസിന്റെ കുഞ്ഞൻ പോലീസ്, അമേരിക്ക SI ആണെങ്കിൽ അമേരിക്ക CI ആണെങ്കിൽ ഇസ്രായേൽ SI. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ ചിന്തിക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അവരാരും ഇസ്രായേലിനെ പിന്താങ്ങുന്നില്ല. നാറ്റോയുടെ ഏകദേശം ഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്രായേലിന്റെ വംശവൃത്തിക്ക് നിൽക്കുന്നില്ല. എത്ര വർഷമായി യുദ്ധം തുടങ്ങിയിട്ട്? യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന് പഴയ പോലെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം വെനസ്വേല തൊട്ടടുത്ത് ആയുധങ്ങൾ മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നു. വെനസ്വേലയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. വെനസ്വേലയെ അസ്ഥിരപ്പെടുത്താനും അതിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും അമേരിക്ക ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് വെനസ്വേല രണ്ടും കൽപ്പിച്ച തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ സൈന്യത്തെ അവർ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. വെനസ്വേലയുമായുള്ള അമേരിക്കൻ യുദ്ധം ചിലപ്പോൾ അനിവാര്യമായി മാറിയേക്കാം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഖത്തറിൽ നടത്തിയ ആക്രമണം ഖത്തറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാഴ്ച. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. മുമ്പ് ഇറാനിൽ വെച്ചായിരുന്നു ഹമാസ് നേതാവിനെ വധിച്ചത് ഇസ്രായേൽ. ഇക്കുറി ഖത്തറിൽ വെച്ച് വളരെ രഹസ്യമായ ഒരു ആക്രമണത്തിലൂടെ ഹമാസ് നേതാവ് ഖലീലിനെ വധിച്ചു. ഖലീൽ വധിച്ചത് കൊണ്ട് മാത്രം ഹമാസ് തീരുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ അറിയുന്നില്ല. നെതന്യാഹുവിനാകട്ടെ യുദ്ധം എത്രയും പോകുന്നോ അത്രയും കാലം അദ്ദേഹത്തിന് ഭരിക്കാം. യുദ്ധം നിർത്തിയാൽ നെതന്യാഹു ജനങ്ങളുടെ വിചാരണ നേരിടേണ്ടി വരും. അഴിമതി കേസിൽ അകത്താകേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പല രാജ്യങ്ങളിലും ഓടിപ്പോയി പേപ്പട്ടിയെ പോലെ കടിക്കുന്നത് ഇസ്രായേൽ.